ഉണ്ണീശോയിൽ സ്നേഹിക്കപ്പെട്ടവരെ, ഇനി അധികം നാളില്ല ഉണ്ണിയെ കാണാൻ. എന്നാൽ ഉണ്ണീശോ കാലിത്തൊഴുത്തിൽ ജനിച്ചപ്പോൾ രാജാതിരാജൻ പിറന്നുവെന്ന വാർത്തയറിഞ്ഞ് ഹെറോദേസ് രാജാവ് അവനെ കൊല്ലാൻ ആളയച്ചത് ഇന്നും നമ്മുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കും. അന്ന് കൊല്ലപ്പെട്ട ശിശുക്കൾ എന്ത് തെറ്റ് ചെയ്തിട്ടായിരിക്കണം അന്നവർ വാളിനിരയാക്കപ്പെട്ടത്? ഓരോ രാജ്യത്തെയും ദേശത്തെയും ഭരിക്കുവാൻ ദൈവം രാജാക്കന്മാരെ നിയോഗിച്ചത് ആ നാടിന് അഭിവൃദ്ധി ഉണ്ടാകുവാൻ വേണ്ടിയാണ്. എന്നാൽ അഴിമതിയും അക്രമ രാഷ്ട്രീയവും മാത്രം അടക്കി വാഴുന്ന ആധുനിക ലോകത്ത് നല്ല നേതാക്കന്മാരെ, നല്ല ഭരണകർത്താക്കളെയോ പ്രതിപക്ഷ നേതാക്കളെയോ എല്ലാം കാണുക അപൂർവമാണ്. എല്ലാ അധികാരികളും സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ടിരുന്നെങ്കിൽ ഈ ഭൂമി എത്ര മനോഹരമായി മാറിയിരുന്നേനെ. എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. 1 തിമോത്തിയോസ് 2:1-2 വരെയുള്ള തിരുവചനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, ലോകം മുഴുവന്റെയും ഐശ്വര്യത്തിന് വേണ്ടി പ്രയത്നിക്കേണ്ട ഭരണകർത്താക്കൾ നമുക്കും ആവശ്യമുണ്ട്. അതിനാൽ നീതിപൂർവകമായും വിവേകത്തോടും കൂടി എല്ലാ ഭരണകർത്താക്കളും ഭരണം നടത്തുവാൻ വേണ്ടി 10 സ്വർഗസ്ഥനായ പിതാവും 10 നന്മ നിറഞ്ഞ മറിയവും 10 ത്രിത്വസ്തുതിയും ചൊല്ലി നമുക്ക് കാഴ്ചവെക്കാം.